ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ടാരോട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നതെന്നും നിങ്ങൾ എന്ത് എനർജിയിലാണെന്നും എന്ത് ഗൈഡൻസ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുക. റെസനേറ്റ് ചെയ്യുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുക കേട്ടോ. വീഡിയോ എത്ര മണിക്ക് പോസ്റ്റ് ആവുമെന്ന് അറിയില്ല, കാരണം ഇവിടെ നല്ല കാറ്റും മഴയായിരുന്നു. വൈഫൈ ഒക്കെ കട്ടായിട്ടുള്ളത്. ഓക്കെ, കറണ്ടൊക്കെ ഇപ്പോൾ വന്നത് നോക്കാം. നല്ല കാറ്റും മഴയുണ്ടായിരുന്നു, ഇടിയും മിന്നലും നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നോ? ഓരോ ഭാഗത്താണെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. ഇന്നത്തെ ഗൈഡൻസ് എന്താണ്? ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നമുക്ക് കാർഡ് സ്പ്രെഡ് ചെയ്തിട്ട് നോക്കാം. 6 ഓഫ് സോർഡ്സ്, സ്ട്രെങ്ത്, ഹെർമിറ്റ്, വീൽ ഓഫ് ഫോർച്യൂൺ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ബോട്ടം മൂണാണ്. ഓക്കെ, കാർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. റീഡിങ്ങിലേക്ക് പോകാൻ വന്നിരിക്കുന്ന കാർഡുകൾ 5 ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് സോർഡ്സ്, സ്ട്രെങ്ത്, ഹെർമിറ്റ്, വീൽ ഓഫ് ഫോർച്യൂൺ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ബോട്ടം മൂണാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഫിനാൻഷ്യലി കുറച്ചധികം പ്രശ്നങ്ങളുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഫിനാൻഷ്യലി ലോസ്, അതുപോലെ തന്നെ നിങ്ങൾ ഐസൊലേറ്റഡ് ആവുക, ഒറ്റപ്പെടുക, മൈൻഡ് സെറ്റ് നഷ്ടപ്പെടുക, അതുപോലെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഇതൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് പോവുകയാണ് എന്നുള്ളതാണ്. കടം മീറ്റ് ചെയ്യാനായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു വിഷമിക്കുന്ന തരത്തിലൊരു എനർജി ഉണ്ട്. വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സഹായിക്കാനായിട്ട് യൂണിവേഴ്സായിട്ട് ആരെങ്കിലും അയക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തെങ്കിലും ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ആ ഒരു പണം കൃത്യമായിട്ട് ചിലവഴിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്ലാനിങ് നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫിനാൻസിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ വ്യക്തതയോടുകൂടി പ്ലാനിങ്ങോടുകൂടി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് കേട്ടോ. അതുപോലെ പനി, ചുമ, അങ്ങനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ അതുകൊണ്ടുള്ള വിഷമം നിങ്ങൾക്കുണ്ട്. അതുപോലെ നിങ്ങൾക്ക് തലവേദന, ഷോൾഡർ പെയിൻ, കൈവേദന, കാലുവേദനയൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയും ഇതൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യലി ആ ഒരു സ്റ്റക്നെസ് മൂലം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ മൂലം നിങ്ങളുടെ ബോഡിയിലേക്ക് അത് കാണിക്കുന്നതുമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് 6 ഓഫ് സോർഡ്സ് ആണ്. ഇവിടെയും നിങ്ങൾക്കൊരു യാത്രയാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഒരു യാത്ര ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ മൂലം നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതായിരിക്കും. ഇവിടെയും നിങ്ങളൊരു മനസ്സമാധാനം തേടി പോകുന്നു എന്നുള്ളതാണ്. ആ ഒരു ശാന്തതയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചിലർക്ക് ഇത് ചിന്തകളിലുള്ള മാറ്റമാണ്. ചിന്തകളിൽ മാറ്റം വരുന്നു. പഴയ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഇന്ന് മാറ്റം വരണം, അങ്ങനെയല്ല മറ്റൊരു രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തകളിൽ മാറ്റം വരുത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്നും ആ ഒരു ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം, അവിടെ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഒരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ പിറകിൽ ഉപേക്ഷിക്കാൻ പഠിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഇത്രയും നാൾ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഉണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾ മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആ ഒരു പാസ്റ്റിനെ, ആ ഡിഫിക്കൽട്ടായിട്ടുള്ള പാസ്റ്റിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു. പുതിയൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ജോലിയൊക്കെ മാറിപ്പോകുന്നതായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കടബാധ്യത മൂലം നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിങ്ങൾ മാറിയിട്ട് മറ്റൊരു ജോലിയിൽ കയറുന്നതുമായിരിക്കാം. ചിലപ്പോൾ ഒരു ഓവർസീസ് ആയിട്ടുള്ളൊരു യാത്ര ആയിരിക്കാനുള്ളൊരു സാധ്യതയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് സ്ട്രെങ്ത്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ടാകും, പക്ഷേ അതിന് നിങ്ങൾക്ക് അതിലുള്ള ആ ഒരു വിഷമം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. കാരണം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നുകൊണ്ടുള്ള ആ ഒരു ടെൻഷനും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് മാറുന്നുണ്ടെങ്കിലും അതവിടെ സ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ്.
സ്ട്രെങ്ത്താണ് അടുത്തത്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇന്ന് തീരുമാനം എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ധൈര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ സ്ട്രെങ്ത്തിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ്. നിങ്ങൾ കൂടുതലും ഫോക്കസ്ഡ് ആവണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും മറ്റുള്ളവരെ നയിക്കാനൊക്കെ കഴിവുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്താണ് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാനുള്ളത്. ഇനിയും വിഷമങ്ങൾ ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനും അവരെ മുന്നോട്ടേക്ക് നയിക്കാനും ഒക്കെ സാധിക്കും. ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഫോക്കസ്ഡായിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ്. ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് വേണം. നിങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെടലായിരിക്കാം, പക്ഷേ ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങളിലേക്ക് വന്നത് നിങ്ങളുടെ ശക്തി കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ആ ഒരു ഇതിലേക്ക് നിങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ശക്തി തിരിച്ചറിയേണ്ടതും തിരിച്ചറിയുന്നതുമായിട്ടൊരു സമയമാണ് ഇത് എന്നുള്ളതാണ്. ചിലരൊക്കെ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ, ഇപ്പോഴുള്ള സിറ്റുവേഷൻ ശാന്തമാകാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുന്നതും ആയിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നതും ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ സ്ട്രെങ്ത് പറയുന്നത്. ഹെർമിറ്റാണ് അടുത്തതായിട്ട്. എന്നാൽ നിങ്ങളൊരു സോൾ സെർച്ചിങ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റപ്പെടലോട് കൂടിയാണ് വീണ്ടും കാണുന്നത്. ഒരു സോൾട്യൂഡ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് ഈ ഒരു സോൾട്യൂഡ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സോള് പറയുന്നത് കേൾക്കാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടാവും. മറ്റുള്ളവരൊക്കെ ചുറ്റിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷനായിട്ട് കണക്റ്റ് ആവേണ്ട സമയമാണ്. മാക്സിമം മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ ചിലപ്പോൾ നിങ്ങളൊരു ഗൈഡൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവും, ഒരു ഗൈഡിനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ പുതിയ കോഴ്സൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഒരു ഗൈഡിനെ നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരു ഗൈഡായിട്ട് മറ്റുള്ളവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതുമായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു വെളിച്ചം കൊണ്ടുതരാനായിട്ട് ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഹെർമിറ്റിൽ പറയാനുള്ളത് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂണാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാർമികമായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷൻസിൻ്റെ ഒരു എൻഡിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്ക് നല്ല കർമ്മ ചെയ്തവർക്ക് നല്ലത് ലഭിക്കാനുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ യൂണിവേഴ്സിൽ തന്നെ ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ആ ഒരു ഇതിൻ്റെ ഒരു മൊത്തത്തിൽ അങ്ങനെ യുദ്ധത്തിൻ്റെ ഭീതിയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആശങ്കകൾ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. അത് എന്ത് സംഭവിക്കും, എന്താവും ഇങ്ങനെയൊക്കെ മുന്നോട്ടേക്ക് പോയാൽ, അത് യൂണിവേഴ്സായിട്ട് തീരുമാനിക്കുന്ന കാര്യമാണ്. അവിടെ നമ്മൾക്കൊന്നും ചെയ്യാനില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും അതിൽ ഉള്ള ഒരു ഇതാണ്. അത് യൂണിവേഴ്സായിട്ട് നടത്തുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീരുമാനങ്ങൾ മുകളിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ്. ഇവിടെ ചിലർക്ക് നിങ്ങളുടെ ആ ഒരു കർമ്മ എൻഡാണ്. നല്ല കർമ്മ ചെയ്തതിലുള്ള ആ ഒരു കർമ്മഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നിങ്ങളുടെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പണം ലഭിക്കാനുള്ളൊരു സാധ്യത കൂടി ഇന്നത്തെ ദിവസമുണ്ട്. ചിലർക്കാണ്. മറ്റു ചിലർക്ക് ആ ഒരു സ്റ്റക്നെസ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്നതാണ്. നിങ്ങളിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാനും അവിടെ നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും ആ ഒരു കർമ്മയൊക്കെ അവിടെ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ളതുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ചില വ്യക്തികൾക്ക് അനുഭവിക്കേണ്ടതാണ്. അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആ ഒരു കർമ്മ തീരുമ്പോൾ ഈ ഒരു വീല് കറങ്ങിത്തിരിഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്. ചിലർക്ക് ഒരു അബണ്ടൻസ് ഒക്കെ വരുന്നൊരു സമയമാണ്. ഭാഗ്യം വരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നറുക്കെടുപ്പുകളിലൊക്കെ വിജയം ലഭിക്കാനുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാത്തിരുന്ന തരത്തിലുള്ളൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതായിരിക്കാം. അപ്പോൾ അതുപോലെ കാത്തിരുന്നൊരു പണം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു ഹാർഡ് വർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, പ്രൊഡക്റ്റീവ് ആവുക, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവേണ്ട സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളിലുള്ള പണം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ.
അതുപോലെ നിങ്ങൾ ഇനിയും ഇങ്ങനെ വിഷമിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറേ ആയി ഈ ഒരു കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, അത് എന്നിലേക്ക് എത്തുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം അവിടെ വേണ്ട. യൂണിവേഴ്സ് അതിൻ്റെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തും. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂ. യൂണിവേഴ്സിനെ നിങ്ങൾ എത്ര വിശ്വസിക്കുന്നോ നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തും. അതിന് യൂണിവേഴ്സിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സമയമല്ല. നിങ്ങളുടെ എനർജി അതുമായിട്ട് മാച്ചല്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ കറക്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളതാണ്. ചിലർക്കത് ലഭിക്കേണ്ട ഒരു സമയമാണ്, മറ്റു ചിലർക്ക് അതിലേക്കുള്ള കുറച്ചുകൂടി ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. മൂൺ കാർഡാണ് ബോട്ടം. നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ കണക്റ്റഡ് ആവുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വപ്നത്തിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ടാവും നേരത്തെ തന്നെ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ജീവികളിലൂടെ ആയിരിക്കാം. യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സമയമാണ് എന്നുള്ളതാണ്. ചിലർക്കൊക്കെ ഒരു ഇല്യൂഷൻഡ് ആയിട്ടുള്ളൊരു എനർജിയും കൂടി ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ. അതുപോലെ ഈ പറഞ്ഞ പോലെ കാലാവസ്ഥയിലുള്ള ചേഞ്ചസ്, ഇതൊക്കെ ചിലരെ ഒരു ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു ഇതാണ്. പിന്നെ പറഞ്ഞ പോലെ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത് കേട്ടോ. അപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ യൂണിവേഴ്സിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. സമാധാനം ലോകത്തിലേക്ക് വരുവാൻ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. തീരുമാനങ്ങൾ മുകളിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാലും പ്രാർത്ഥിക്കുക എല്ലാവരും കേട്ടോ. നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെ ചിലപ്പോൾ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കാം ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്. ഗെറ്റ് മോർ ഇൻഫർമേഷൻ. നിങ്ങളോട് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ജോലിക്കൊക്കെ നോക്കി പുറത്തേക്ക് പോകുന്നൊക്കെ ഉണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. റിമെയിൻ പോസിറ്റീവ്. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നാലാണ് നിങ്ങളിലേക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നത്. ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇരിക്കരുത്, ഭയപ്പെട്ടിരിക്കേണ്ട, ആശങ്കയോടുകൂടി ഇരിക്കേണ്ട എന്നുള്ളതാണ്. എബണ്ടൻസ്. നിങ്ങളിലേക്ക് അബണ്ടൻസ് ആണ് വരുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നൊരു സമയമാണ് കുറേ പേർക്ക് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പണം ലഭിക്കാനൊക്കെയുള്ളൊരു ചാൻസ് ഉണ്ട്. പണമായിരിക്കാം, അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കാം, നല്ല ഒരു ജോബ് ഓഫർ ആയിരിക്കാം, ഹാപ്പിനെസ് ആയിരിക്കാം. ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ് എന്നുള്ളതാണ്. നോക്കാം ഒരു കാർഡ് കൂടി. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. അപ്പോൾ കുറച്ച് പേർക്ക് ഇവിടെ വിഷമത്തോടെ ഇരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ആവും. നിങ്ങൾ ഈ ഒരു ടാരോയിലേക്കായാലും യൂണിവേഴ്സ് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തായാലും നിങ്ങൾ അത്രയധികം വിഷമത്തിലൂടെ കടന്നുപോയ സമയത്തിലായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ആവും. അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരും. അതിന് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്നുള്ളതാണ്. യെസ്, ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്താൽ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്താലാണ് നിങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ അതൊരു സ്ലോ പ്രോസസ്സായിരിക്കും, പെട്ടെന്ന് നടക്കുന്നു എന്നല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. നിങ്ങൾ ബിലീവ് ചെയ്താലാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ലവേഴ്സിനുള്ള ഗൈഡൻസ് കൂടി നോക്കാം കേട്ടോ. സേഫ് ഫോർ യു ടു ലവ്. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കാനാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുക, അതുപോലെ തന്നെ സ്വീകരിക്കാനാണ് നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ്. ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു എനർജി നല്ലൊരു രീതിയിൽ വരുന്നൊരു സമയമാണ് എന്നുള്ളതാണ്. അതായത് നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. യെസ്, വെരി സൂൺ. ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നൊരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇതിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ.
എക്സ്പ്രസ് യുവർ ലവ്. ഗോ ഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജെസ്റ്റർ. ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരം എന്താണ് എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ അവിടെ അതിനെ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കണ്ട, അതിനെ കൺട്രോൾഡാക്കി വെക്കണ്ട, അതിനെ എക്സ്പ്രസ് ചെയ്യൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, എന്നിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ് കേട്ടോ. വീണ്ടും ആ ഒരു ഹാർട്ട് ചക്ര ഓപ്പൺ ആവേണ്ട കാര്യമാണ് പറയുന്നത്. ഫോർഗീവിങ് ആൻഡ് ലേണിംഗ്. അപ്പോൾ ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൊമെൻറ്റ്. നിങ്ങളുടെ ആ ഒരു പാസ്റ്റിനെ റിലീസ് ചെയ്യാനും ഹീൽ ചെയ്യാനുമാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഫോർഗീവ് ചെയ്യണം, അതുപോലെ തന്നെ അതിലൂടെ ലേൺ ചെയ്യണം എന്നുള്ളതാണ്. വേണ്ടാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, ലെറ്റ് ഗോ ചെയ്യണം. എന്നിട്ട് ഫോർഗീവ് ചെയ്യണം. ആരാണോ നിങ്ങൾക്ക്, ഏത് സിറ്റുവേഷനാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് വിഷമം തന്നിട്ടുള്ളത്, ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മാപ്പ് കൊടുക്കുക, ഒപ്പനൊപ്പന ചൊല്ലുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് നിങ്ങൾ ലേൺ ചെയ്യാൻ പഠിക്കുക. എന്തിനാണ് എന്നിലേക്ക് ഇത് വന്നത് എന്നുള്ളത് പഠിച്ചിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. ഇനിയും അത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല എങ്കിലാണ് ആ ഒരു പാസ്റ്റിനെ ഹീൽ ചെയ്യേണ്ട സമയമാണ് എന്നുള്ളതാണ്. ഫ്രീ യുവർ സെൽഫ്. ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. യെസ്, നിങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരേണ്ടതാണ്. സ്ട്രെങ്ത് കാർഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെ ഫ്രീ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ കൺട്രോൾ നിങ്ങളിലേക്ക് കൊണ്ടുവരൂ എന്നുള്ളതാണ് കേട്ടോ. മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല, നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പോകേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. ഇതിലെല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പോസിറ്റീവായിട്ടിരിക്കുക, നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്.